ഹായ് ഗായ്സ്. സോ ഇനി വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട്. സോ എന്റെ അടുത്ത് എപ്പോഴും കുറെ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും കുറെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ചാനൽ മോണിറ്റൈസ്ഡ് ആയോ, പേയ്മെന്റ് എത്ര കിട്ടുന്നുണ്ട്, എല്ലാ മന്തും പേയ്മെന്റ് കിട്ടുന്നുണ്ടോ, വ്യൂസിന്റെ ബേസിലാണോ, അതോ ഇനി ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട് എന്താ ആക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറെ 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 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. എനിക്കിപ്പോ മോണിറ്റൈസ്ഡ് ആയിട്ട് കുറച്ചാളെ ആവുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ചാനൽ മോണിറ്റൈസ്ഡ് ആയെന്ന് ഞാൻ പറയാം. അപ്പൊ ഞാൻ വേറെയൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേന് അതിനകത്ത് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. അപ്പൊ മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്നിട്ട് നിങ്ങൾ കുറച്ചുപേർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്ന് ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്ക് മേടിച്ചതിൻ്റെതും ഇത് ഏതാ കമ്പനി എന്നെല്ലാം ഉള്ള എല്ലാം ഞാനാണെങ്കിൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കണ്ടു നോക്കുക. അപ്പോ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പൊ ഞാൻ ഈ യൂട്യൂബ് ഒന്നും എടുക്കണം ഞാൻ എന്റെ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചൊരു കാര്യമേ ഇല്ല. ഞാൻ ലൈക്ക് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു യൂട്യൂബ് ഒന്നും എടുക്കാനൊന്നും. എനിക്കൊരു ആഗ്രഹം എന്നുള്ളൊരു സംഭവമല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും എന്റെ അടുത്ത് മമ്മിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ എടുക്ക്, നല്ലതല്ലയോ എടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് വയ്യമ്മി, അത് ഭയങ്കര പാടാണ്, വ്ളോഗൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യണം, അതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാം തന്നെ നോക്കിയിട്ട് ഇങ്ങനെ പോവാ, എനിക്ക് എന്താ വീഡിയോ ഒന്നും യൂട്യൂബിനകത്ത് ഇടണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ ഇതിൽ വന്ന് എത്തിപ്പെട്ടു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് എന്റെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും എനിക്ക് ഭയങ്കര വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഭയങ്കര ശോകം അടിച്ച് അയ്യോ അങ്ങനെയെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാറില്ല. ഞാൻ ഉടനെ എന്തെങ്കിലും ചെയ്യും. എന്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒന്നെങ്കിൽ പോയിട്ട് എന്റെ ഹെയർ കട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്റെ ഹെയർ ഞാൻ പോയിട്ട് കളർ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യും. കൂടുതലായിട്ട് മുടിക്കകത്താണ് ഞാൻ പണിയാറ്. ഹെയർ പോയിട്ട് ഞാനാണെങ്കിൽ കളർ ചെയ്യും, കട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ പോയി ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ഈ ക്രാഫ്റ്റ് വർക്ക്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടെ അവൈലബിൾ ആയി തുടങ്ങി ഞാൻ. അപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനകത്തൂടെ എനിക്ക് കാരണം ലൈക്ക് എനിക്കിപ്പോ അവരെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അവരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഭയങ്കര ഞാൻ അയ്യോ അയ്യോ ഞാൻ പോയതോട് അവൾ ഇങ്ങനെ ആയി പോയതോ, എനിക്ക് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും അവര് റിഗ്രറ്റ് ചെയ്യണം, അവളുടെ അടുത്ത് ആ കാണിച്ചൊരു കാര്യം വെച്ചിട്ട് അവരത് റിഗ്രറ്റ് ചെയ്യണം. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. സോ ഞാൻ അപ്പൊ എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് ഒക്കെ വരുമ്പോഴാണ് ഞാൻ എന്റെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ നല്ല നല്ല തീരുമാനങ്ങൾ ഞാൻ കൂടുതലും എടുക്കാറ്. അപ്പോ അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് ഈ യൂട്യൂബ് ചാനൽ. അപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ കുറേ നാളുകൊണ്ട് ഞാൻ അവൈലബിൾ ആണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഒരു 3 ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിലൊന്നും ഒരിക്കലും വിചാരിച്ചതേ ഇല്ല ഇതേപോലെ അക്കൗണ്ട് എടുക്കണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്തിടണം, വ്ലോഗ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോങ് വീഡിയോ ചെയ്യണം, ഇതൊന്നും എന്റെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ഇപ്പൊ എന്താ പറയാ, നമ്മളുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തേ ഇല്ല, നടന്നാലും അതൊരിക്കലും എനിക്കത് സെറ്റ് ആവാറില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പ്ലാൻ ആക്കാണ്ട് എന്തെങ്കിലും കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സെറ്റ് ആയിട്ട് ലൈഫിൽ വരാറുണ്ട്. സോ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്നൊരു സംഭവമാണ് യൂട്യൂബ് ചാനൽ. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു 9 to 8 months ആയിട്ട് എന്റെ ലൈഫിൽ കുറച്ച് ബാഡ് ആയിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് ഈ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ഷോർട്ട് ഇട്ടപ്പോഴത്തേന് അത്യാവശ്യം അതിന് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി. ഭയങ്കര വ്യൂസ് ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടി. അപ്പൊ അന്നൊരു 1K ഒക്കെ തന്നെ യൂട്യൂബിൽ വ്യൂസ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു. അങ്ങനെ ഓരോരോ വീഡിയോ ഇട്ടപ്പോഴത്തേനും എന്റെ മമ്മി, പറയാലോ, മമ്മി ആയാലും പപ്പയായാലും ഭയങ്കര സപ്പോർട്ടാണ്. കുറച്ചും കൂടെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു മമ്മിയാണ്. അമ്മ ഇങ്ങനെ ഞാനിപ്പോ ഒരു ദിവസം വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ ചോദിക്കും, എന്താ വീഡിയോ കഴിഞ്ഞ എന്താ, നീ എന്തെങ്കിലുമൊക്കെ ഇടും, ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെ എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കും. എന്റെ അടുത്ത് പഠിക്കാൻ കൂടി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ അടുത്ത് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാനുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ മമ്മി പറഞ്ഞു, നല്ലേ നീ വീഡിയോ ചെയ്യും, നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ തന്നു. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ എടുക്കാനായിട്ട് മെയിൻ ആയിട്ട് എന്റെ കൂടെ ഒരു 3 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടുള്ള ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഞാൻ ആളുടെ പേര് പറയാം, നിതിൻ എന്നാണ് കേട്ടോ പേര്. അപ്പൊ എന്റെ ഇപ്പോഴാണെങ്കിലും എന്റെ യൂട്യൂബ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഓക്കെ.
അപ്പോ ആളിന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും പറയായിരുന്നു, ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ എടുക്കുക നല്ലതാണ്, നല്ല ഇൻകം ഒക്കെ കിട്ടും, സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ ഐ വാസ് ലൈക്ക് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇതിനകത്ത്, വേണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല, എനിക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു. ബട്ട് എന്താ പറയാ, കുറച്ചായിട്ട് ഇപ്പൊ എന്റെ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ടൈമിൽ എന്റെ കൂടെ ഏറ്റവും നിന്ന ഒരാളാണ് ആ ആള്. പിന്നെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ഒരു മോർ ഓവർ ബെസ്റ്റ് ഫ്രണ്ടിനേക്കാളൊക്കെ എന്റെ ഒരു ഏട്ടൻ തന്നെയാണ്. സോ എന്റെ വീട്ടുകാര്, പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ എപ്പോഴും വീഡിയോസിൽ അവനെ ഞാൻ കാണിക്കാറുണ്ട്. അവൻ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. സോ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഓക്കെ, ഇപ്പൊ ഞാൻ ഇതുപോലത്തെ ഇറ്റൊക്കെയാണ് കാണിക്കണമെങ്കിലും പോലും അവൻ പറയും ലൈക്ക് ഞാനുണ്ട്, നീ ആക്കിയൊക്കെ ഒരു കുഴപ്പമില്ലെന്ന് പറയും. അപ്പൊ അവനൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് ഇങ്ങനെ കൂടെ നിന്നപ്പോഴത്തേനും ഞാൻ ഓർത്തു, എല്ലാരും എന്റെ അടുത്ത് ഇങ്ങനെ പറയല്ലേ, അപ്പൊ പിന്നെ ഒരു ചാനൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ആവുന്നുണ്ടെന്നൊക്കെ നോക്കാന്ന് വെച്ചു. അങ്ങനെ ലാസ്റ്റ് ചാനലൊക്കെ എടുത്തു. ഞാൻ അങ്ങനെ ആദ്യം ഞാൻ കൊടുത്തപ്പോഴത്തേനും അതിൽ എന്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അവർക്ക് മാത്രമേ ഇങ്ങനെ സബ് ഒക്കെ ആക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിനകത്ത് കുറച്ച് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻസ്റ്റഗ്രാം വഴി കുറെ പേര് വന്നിട്ട് സബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ വീഡിയോസ് ഒക്കെ ഇട്ട് അവൈലബിൾ ആയി തുടങ്ങി. അങ്ങനെ പോയപ്പോഴത്തേനും ഞാൻ പ്രതീക്ഷിക്കാതെ കുറച്ച് വീഡിയോസിനൊക്കെ കുറച്ച് ലൈക്ക് ഒക്കെ കിട്ടി, വ്യൂസ് ഒക്കെ കിട്ടി. അപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഞാൻ. അങ്ങനെ കുറെയൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിട്ട് കുറച്ചാവുന്നതിന് മുന്നേ ഒരു ഒരു 2 വീക്സ് കൊണ്ട് തന്നെ 10K ആയി. അപ്പൊ ഒരു 2 വീക്സ് കൊണ്ട് തന്നെ 10K ആയി. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ കുറച്ചും കൂടെ ആഗ്രഹമൊക്കെ വന്നു. അങ്ങനെ പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം റീച്ച് ഒക്കെ ഉണ്ടായി. അപ്പോ ഇനി ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയതെന്നുള്ളത് പറയാനുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഞാൻ YT സ്റ്റുഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് അറിയാലോ, YT സ്റ്റുഡിയോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ YT സ്റ്റുഡിയോ എടുക്കുമ്പോഴത്തേനും അതിൽ നമ്മള് 3 മില്യൺ ഷോർട്ട് വ്യൂസ് ആണ് തോന്നുന്നു. എനിക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ആവേണ്ടത് 3 മില്യൺ ഷോർട്ട് വ്യൂസും, 3 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ആവണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് YT സ്റ്റുഡിയോ എടുത്തപ്പോഴത്തേനും അതിനകത്ത് 3 മില്യൺ ഷോർട്ട് വ്യൂസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നെ വേറൊരു ക്രൈറ്റീരിയ വരും, ഒന്നെങ്കിൽ 4K വാച്ച് അവർ അല്ലെങ്കിൽ 10 മില്യൺ എന്തോ ഷോർട്ട് വ്യൂസ് ആണോ, അത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആവണം. അപ്പൊ അതിൽ എന്റെ 4K വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കഴിയുമ്പോഴത്തേനും നമുക്ക് മോണിറ്റൈസേഷന് കൊടുക്കാം. പിന്നെ ആഡ്സെൻസ് അക്കൗണ്ട്, അങ്ങനെ എന്തോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ചാനൽ മാനേജ് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്, ആ ഏട്ടൻ തന്നെയാണ് എനിക്ക് അക്കൗണ്ട് ഒക്കെ എടുത്തു തരുന്നത്. അപ്പൊ ആഡ്സെൻസ് അക്കൗണ്ട് ഒക്കെ എടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ ഈ രണ്ട് ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ആയപ്പോഴത്തേനും ഞാനാണെങ്കിൽ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 2 വീക്സ് എടുത്തു തോന്നുന്നു. 2 വീക്സ് ആയപ്പോഴേക്കും എനിക്കാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 2 വീക്സ് ആയപ്പോഴത്തേനും ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ചാനലിലോട്ട് അത് ലിങ്ക് ചെയ്യണമായിരുന്നു. അത് ലിങ്ക് ചെയ്തു. അതിനുശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സ് എന്തോ എടുക്കും നമ്മുടെ അക്കൗണ്ടിൽ അവർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ സ്ട്രൈക്കോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് മൊത്തം 3 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ 3 സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് വെച്ചിട്ട്. അങ്ങനെയാണ് എന്റെ ചാനൽ ഇപ്പൊ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വീഡിയോസിനകത്ത് എല്ലാം നമ്മളാണെങ്കിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കുമായിരുന്നു. അപ്പൊ അതെല്ലാം ഏട്ടൻ തന്നെ ആക്കി തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിന്റെ ഒന്നും ഒരു പരിപാടി അറിയത്തില്ല. ഐഫോണും അതേ കൂട്ടാണ്, ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു ഉള്ളു. കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്, ഇങ്ങനെ കൊണ്ട് നടക്കുന്നു, അല്ലാണ്ട് എനിക്ക് ഇതിനെ പറ്റി ഒരു ധാരണയില്ല. അപ്പോ അങ്ങനെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ എന്റെ മമ്മീന്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് പറയും, ഈ YT സ്റ്റുഡിയോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ഓരോ വ്യൂസ് ഒക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ മമ്മി എടുത്തിട്ട്, മമ്മി നോക്കും ഇത് ഇത്രയായി പപ്പേരിട്ട് കൊണ്ട് കളിച്ച് ഇങ്ങനെ പറയും. അപ്പം മോണിറ്റൈസ്ഡ് ആയപ്പോഴത്തേനും ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി. ലൈക്ക് എനിക്കിപ്പോ തോന്നുന്നു കുറെ നാൾ മുന്നേ തന്നെ അക്കൗണ്ട് ഒക്കെ എടുക്കേണ്ടായിരുന്നു, യൂട്യൂബിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് താങ്ക്സ് പറയാനുള്ള നിങ്ങളോടാണ്. നിങ്ങൾ ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ഇടണ്ടാന്ന് വെച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ എന്താ വീഡിയോ ചെയ്യാത്തേ, ഇങ്ങനെ അത് ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യുവോ, അവർ ഇത്രയും നമുക്കിടത്ത് ഇങ്ങനെ പറയുന്നില്ല, അപ്പൊ എന്തെങ്കിലും വീഡിയോ ആക്കാന്ന് വെച്ചിട്ട് ഇന്നൊരു വീഡിയോ ആക്കണ്ടെന്ന് വെച്ചിരുന്നാലും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അപ്പൊ ഞാനിപ്പോ അടുപ്പിച്ചൊരു 3-4 ദിവസം വീഡിയോസ് ഇടാണ്ടിരുന്നപ്പോഴത്തേനും പനിയായിരുന്നു. പനിയൊക്കെ പിടിച്ച് വീഡിയോസ് ഇടാണ്ടിരുന്നപ്പോഴത്തേനും നിങ്ങൾ കുറെ പേര് തന്നെ ഇമെയിലൊക്കെ ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് വായിക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷമുണ്ട് ഗൈസ്. പിന്നെ എന്താ പറയാ, ഷോർട്സ് ഷോർട്സ് ഇപ്പൊ ഞാൻ കുറച്ചായിട്ടെങ്കിൽ പനിയും പിന്നെ അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ആണെങ്കിൽ പഠിക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നതുകൊണ്ടാണ് കുറച്ചായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത്. എനിക്ക് നാക്ക് എപ്പോഴും കുഴയും കേട്ടോ, അതെന്താ എനിക്കറിയത്തില്ല. ചാനൽ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു, ഞാൻ ഇതിൽ എന്താ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്ത് കോണ്ടന്റ് ആണ് ഇടേണ്ടതെന്നൊക്കെ. ബട്ട്
ഞാൻ പിന്നെ മൊത്തം പരീക്ഷണമായിരുന്നു. മൊത്തം എന്റെ മുടിക്കകത്താണ് ഞാൻ കൂടുതലും പരീക്ഷിച്ചത്. ഞാൻ മുടി പോയിട്ട് കട്ട് ചെയ്ത് പോയിട്ട് കളറടിച്ച് കുളമായി, വെട്ടിയിട്ട് അതിലും കുളമായി. പക്ഷെ എനിക്ക് കുറെ നാൾ എനിക്ക് ഈ വെട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കുറെ നേരം കഴിയുമ്പോഴത്തേനും പിന്നെ എന്നെ ഇങ്ങനെ ഞാൻ കണ്ണാടി പോയിട്ട് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ മൊത്തം കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി നടത്തി എന്തായാലും ഇപ്പൊ ഇവിടെ വരെയൊക്കെ ആയി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹാർട്ട് ബ്രേക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും വിഷമോ ആരും കൂടെയില്ല എന്നൊക്കെ തോന്നുമ്പോഴത്തേനും നമ്മളെ പോയിട്ട് സൂയിസൈഡ് ആക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്താ വീട്ടിലിങ്ങനെ ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കാനോ ഒന്നും ഇരിക്കരുത്. നമ്മൾ എന്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഞാൻ അങ്ങനെയാണ്. ഞാനാണെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ച സംഭവമാണ് ഈ ചാനൽ. അപ്പോ അങ്ങനെ പോയിട്ട് നമ്മള് ആര് കൈവിട്ടാലും നമ്മളെ ദൈവം കൈവിടത്തില്ല. അങ്ങനെ ഞാൻ പോയിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടൊരു സംഭവമാണ് ഈ ചാനൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷം കാരണം എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയാൻ വയ്യ. ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോ നിങ്ങളിങ്ങനെ വീട്ടിൽ ഭയങ്കര ഷോക്കായിട്ട് ഇരിക്കാണ്ട് നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളെ അവരിപ്പോ അവർ നമ്മളെ ഇപ്പൊ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് റിഗ്രറ്റ് ആവണം എന്നുള്ളൊരു സംഭവം നമ്മളുടെ മൈൻഡിൽ വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ചെയ്യുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് നടക്കുക. ഒരിക്കലും വിഷമിച്ച് അങ്ങനെ ഇരിക്കരുത്. ഇപ്പൊ ഭയങ്കരമായിട്ട് അങ്ങനെ വിഷമമൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ അവരിപ്പോ എന്ത് കാര്യത്തിലാണോ മാറ്റി നിർത്തിയത്, നിങ്ങളെ അവരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് റിഗ്രറ്റ് ചെയ്യിപ്പിക്കണം. കാരണം നമ്മൾ അതിൽ നല്ലൊരു നിലയിൽ എത്തിക്കും, നമ്മൾ കാണിച്ചു കൊടുക്കണം. എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ എണീപ്പിച്ചിട്ട് നീ അത് ചെയ്യുമെന്ന് പറയാൻ ആരും വരില്ല. ഒരു മനുഷ്യർ പോലും വരത്തില്ല. നമ്മൾ സ്വയമേ അവിടെ നിന്ന് എണീറ്റ് നമ്മളായിട്ട് എന്തെങ്കിലും നമ്മളുടെ വഴി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എനിക്ക് അതൊക്കെയാണ് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ചാനലൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു ചാനലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കൂ. പറയാൻ പറ്റില്ല എപ്പോഴാണ് നമുക്ക് പറ്റില്ല ഗുളികം വന്നിരിക്കണമെന്ന് പറയത്തില്ല, അതേകൊണ്ട് പറയാൻ പറ്റില്ല എപ്പോഴാണ് റീച്ച് ആവുന്നത്, ഇങ്ങനെയൊക്കെ ആവണേ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇതുവരെ ഇൻകം ഒന്നും കിട്ടിയിട്ടില്ല. ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇൻകം കിട്ടുമ്പോഴത്തേനും ഞാൻ അത് എത്രയാണ് കിട്ടിയെന്നും എങ്ങനെ കിട്ടി, വ്യൂസിന്റെ ഒക്കെ എന്ത് ബേസിലാണ് കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻകം കിട്ടുന്നതിന്റെ അന്ന് ഞാനൊരു വീഡിയോ ഉറപ്പായിട്ട് വിടും. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? ഞാൻ വിഷമിച്ചിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് അടിക്കും ഞാൻ, അല്ലെങ്കിൽ പോയിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാറുള്ളത് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇതെന്റെ മൈക്ക് ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ച സാധനമാണ്. ഇതെനിക്ക് ഉടുപ്പിൽ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണ് മേടിച്ചിട്ട് കയ്യിൽ വെച്ചേക്കുന്നത്, എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ട് അടുത്ത് കൈ പിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. അപ്പൊ ഞാൻ പോയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇത് പാതിരാത്രി എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ മോണിറ്റൈസ്ഡ് ആയപ്പോൾ എനിക്ക് പറഞ്ഞോളാൻ വയ്യ നിങ്ങളുടെ, ഞാൻ അങ്ങനെ പാതിരാത്രി വന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ പോയിട്ട് കിടന്നൊക്കെ ഉറങ്ങണം, കുറച്ച് ഫുഡൊക്കെ കഴിക്കണം, ബെസ്ക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.